നിധി, ഞാൻ കൊറേ ഇരട്ടപ്പഴം കഴിച്ചതാണ് ഇരട്ടക്കുട്ടികൾക്ക് വേണ്ടിട്ട്. എന്നിട്ട് നമുക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാതിരുന്നേ? ഈ ഇരട്ടപ്പഴം കഴിച്ചതിനെ കൊണ്ട് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവില്ല. അതിൽ ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക്കലായിട്ട് ഒരു അടിത്തറ ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ പല ട്രിക്കുകളും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവില്ല. ചില സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യം അതൊരു ഘടകമാണ്. ഇപ്പം നിന്റെ ഫാമിലിയിൽ ആയിരിക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 35 വയസ്സിന് ശേഷം വരുന്ന പ്രഗ്നൻസീസ് ഇരട്ടക്കുട്ടികളാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചില റേസിൽ പെടുന്ന ആൾക്കാർ, ഇപ്പോൾ ആഫ്രിക്കൻസിൻ്റെ എല്ലാം കേസിൽ ഇരട്ടക്കുട്ടികൾക്കുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. നീ ഇപ്പോൾ ഒരു ആഫ്രിക്കക്കാരി ആണെന്നുണ്ടെങ്കിൽ ഇരട്ടക്കുട്ടികൾ ഒരു പക്ഷേ ഉണ്ടായിരുന്നുള്ളതാണ്. പിന്നെ ഈ ഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ കേസിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ജസ്റ്റ് ഇരട്ടപ്പഴം കഴിച്ചതിനെ കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചതിനെ കൊണ്ടോ നടക്കില്ല എന്നുള്ളതാണ്. അതെല്ലാം ഒരു ഭാഗ്യം പോലെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും ഉപരി നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളതിലാണ് കാര്യമുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി കുട്ടി